സ്നാനപ്പെട്ടതുകൊണ്ടൊന്നും പുത്രനാകത്തില്ല. ഇല്ല. സൺഡേ ചർച്ചയിൽ വന്ന പുത്രനാകത്തില്ല. ഇല്ല. പരിശുദ്ധാത്മാവ് എന്നെക്കുറിച്ച് സാക്ഷി പറയണം. അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അപ്പോൾ യേശുവിനെ വിശ്വസിച്ചിട്ട് നീ ദൈവരാജ്യത്തിൽ വന്നു എങ്കിലും നീ ദാസന് തുല്യമാണ്. അതാണ് ഈ പറഞ്ഞു വന്നത്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ബഹുഭൂരിപക്ഷം ഈ ദാസന്റെ ലെവലിൽ നിൽക്കുക. അങ്ങനെ നിർത്തുന്നതാണ് നമ്മളെപ്പോലത്തെ പാസ്റ്റർമാർക്ക് ബെനിഫിറ്റ്. ആ സമയത്തെല്ലാം ബുദ്ധിയിൽ പ്രവർത്തിച്ചിട്ട് അവസാനം 3 ദിവസം കൊണ്ടുപോയിട്ട് മൊത്തം ജീവിതം കുളവാക്കിയിട്ട് നിലവിളിക്കാനും കരയാനായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത് പോകരുത്. മറ്റേത് ചെയ്യാത്തവൻ ഈ 3 ദിവസമെങ്കിലും ഇരിക്കട്ടെ സാറേ. ഓക്കെ, ഇരുന്ന് പ്രാർത്ഥിക്കട്ടെ, അതുകൂടെ ഇല്ലാണ്ടാക്കണ്ട. എന്തായാലും ഒരു കാര്യം, 8 മണി തൊട്ട് 10 മണി വരെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക, അഭിപ്രായങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക. പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. കാരണം നിങ്ങളുടെ മകൻ്റെ ശബ്ദം കേട്ടത് അവൻ എപ്പോഴും കേൾക്കുന്നത് കൊണ്ടായിരുന്നു. അപ്പം എപ്പോഴും കേൾക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിന് വലിയ കാര്യം പരിശുദ്ധാത്മാവ് പറയുമ്പം അതിനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം ഡൗട്ടില്ല, സങ്കടമില്ല, വറിയില്ല, അത് ആറാംശം ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമായി തുടങ്ങും. അങ്ങനെ ഒരു ജീവിതം തുടങ്ങുമ്പോഴാണ് പുത്രത്വത്തിൻ്റെ സ്വാതന്ത്ര്യം. ഇവൻ എൻ്റെ പുത്രൻ അന്ന് പരിശുദ്ധാത്മാവ് സാക്ഷി പറയാൻ തുടങ്ങും. ഹല്ലേലൂയ ന്യൂസിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. പാസ്റ്റർ വിനോദ് ചാക്കോയുമായിട്ടുള്ള ദൈവരാജ്യ സംഭാഷണങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ മുൻ എപ്പിസോഡുകളുടെ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ് നൽകിയത്. എന്നാൽ ഈ എപ്പിസോഡിൽ നമ്മൾ പുത്രത്വം എന്ന പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപക്ഷെ ഇത് ഒരു എപ്പിസോഡ് കൊണ്ട് അവസാനിക്കുന്നതായിരിക്കത്തില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. പുത്രത്വം എന്നുള്ളത് ഈ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ്. അതിനെക്കുറിച്ച് പ്രിയ വിനോദ് പാസ്റ്റർ നമ്മളോട് സംസാരിക്കും. പാസ്റ്റർ സാം ചെന്നിത്തലയും നമ്മളോടൊപ്പമുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ വിനോദ് ചാക്കോ ഈ പുത്രത്വത്തെക്കുറിച്ച് എന്താണ് പറയാൻ പോകുന്നതെന്ന് ബ്രീഫ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പുതിയ നിയമത്തിൽ യേശു കർത്താവ് വന്നപ്പോൾ യേശു പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയിലെ ഒരു ആദ്യത്തെ ക്ലോസ് ആയിരുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനാകുന്ന പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു വിളിച്ചത്. അതുവരെയും അവരാരും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് പറയുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, അതുവരെയും അങ്ങനെ ഒരു പ്രാർത്ഥന അവർക്ക് അറിയത്തില്ല. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അറിയത്തില്ല. കാരണം ദൈവത്തെ പിതാവെന്ന് അവർ വിളിച്ചിട്ടില്ല. അതുവരെയും അവരൊരു റിലിജനിലായിരുന്നു, ജാതിയായിരുന്നു. അവർ ജാതീയ സമ്പ്രദായത്തിലും ജാതിയായിട്ട് വളർന്നു വന്നത്. അതെ. പക്ഷേ യേശു അതിൻ്റെ എല്ലാ ഇതും ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ട് പറയുന്നു, നിങ്ങൾ ആ പിതാവെ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങളൊരു റിലീജിയസിൻ്റെ പ്രോസസ്സിലല്ല, നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് കയറാൻ പോകുന്നു. ഓക്കെ. കാരണം ഇതുവരെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ദൈവത്തെ പ്രസാദിച്ചുകൊണ്ട് നടന്നു. ഇനി ചെയ്യുന്നത് കൊണ്ടല്ല, നിങ്ങൾ ഇനി ജനിക്കുന്നത് കൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവം നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യും. പിതൃപുത്ര ബന്ധത്തിലേക്ക് വരികയാണ്. യെസ്. അപ്പം നമ്മൾ പലപ്പോഴും ദൈവമക്കൾ എന്ന് പറയാറുണ്ട്. നമ്മുടെ ഒരു കോമൺ യൂസേജ് ആണ് ദൈവമക്കൾ എന്നുള്ളത്. അതെന്തുകൊണ്ട് നമ്മൾ അറിയത്തു ദൈവമക്കൾ എന്നവിടെ പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് ഞാനെന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവമകൻ, ദൈവമക്കൾ എന്ന് പറയുമ്പോഴത്തേക്കിന് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് എന്നാണ് അവിടെ പറഞ്ഞു വരുന്നത്. ഈ പുത്രത്വം എന്ന് പറയുന്നത് ജന്മം കൊണ്ട് പുത്രനാകുമെങ്കിലും, പക്ഷേ ഇവൻ എൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടണമെങ്കിൽ അതിന് ചില ക്രൈറ്റീരിയകൾ ബൈബിൾ വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ വിശദമാക്കി. ജന്മം കൊണ്ട് നമ്മുടെ വീട്ടിൽ കുഞ്ഞ് ജനിച്ചാൽ നമ്മൾ മകനാണ്. അതെ, മകൻ തന്നെയാണ്. പക്ഷേ അവനെ ഒന്ന് തോളെ തട്ടി ഇവൻ്റെ മകനാണെന്ന് 4 പേരുടെ മുൻപിൽ ഇവൻ എൻ്റെ മകനാണെന്ന് പറയാൻ അപ്പനൊരു അഭിമാനബോധം ഉണ്ടാകണമെങ്കിൽ അവിടെയാണ് പുത്രനായി മാറുന്നത്. ആ പുത്രത്വത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത്. നമ്മളുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സാധനം പുത്രത്വത്തിലേക്ക് വരണം. ഇപ്പോൾ റോമലേഖനം 8-ാം അധ്യായം 16 പറയുന്നത് പ്രകൃതി, ദ നേച്ചർ ഈഗർലി വെയിറ്റിംഗ്.
ഓ ഓക്കെ. എന്തിനു വേണ്ടിയിട്ട്? പുത്രന്മാരുടെ റിവീലാകാൻ വേണ്ടിയിട്ട്. മലയാളത്തിൽ എഴുതത്തില്ല. 8:16 സൃഷ്ടി ദൈവപുത്രന്മാരുടെ അത് 19-ാമത്തെ വാക്യം. ഓക്കെ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പം സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാട്, ജനനമല്ല. ജന്മം ഒരു സ്റ്റേജാണ്, അതെ. അവൻ വെളിപ്പെടുന്നത് വേറൊരു സ്റ്റേജാണ്. മനസ്സിലാകുന്നുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 1:14 പറയുന്നു, ഏവനിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തു. ആർക്ക്? വിശ്വസിക്കുന്ന ഏവനും എന്താകാൻ കൊടുത്തു? ദൈവമക്കളാകുവാൻ അനുവാദം കൊടുത്തു, റൈറ്റ് കൊടുത്തു. അപ്പൊ ആ ദൈവമക്കളാകാനുള്ള റൈറ്റ് ആരുടെ കയ്യിലാണ് ഉള്ളത്? നമ്മുടെ കയ്യിലുള്ളത് റൈറ്റ്. ജനിപ്പിച്ചു, പക്ഷെ മക്കൾ പുത്രനാകാനുള്ള റൈറ്റ് എൻ്റെ കയ്യിലുള്ളത്. ഒന്നുകൂടെ വ്യക്തമാക്കിക്കേ. കാരണം ജനിക്കുന്ന എല്ലാവരും പുത്രന്മാരെന്ന് വെളിപ്പെട്ട് വരത്തില്ല. ഓ, അതൊരു പുതിയ തലവ നെക്സ്റ്റ് ലെവലാണ് പുത്രനായിട്ട് വെളിപ്പെടുക എന്നുള്ളത്. ഇടീ പ്രകൃതി ജനറേഷൻ ക്രിയേഷൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പുത്രന്മാരായിട്ട് വെളിപ്പെടാൻ വേണ്ടിയിട്ട്. ജനിച്ചിട്ടുണ്ട്, യേശുവിനെ അറിയാം, ജനിച്ചിട്ടുണ്ട്. ബട്ട് ആ സൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അവിടെ ആ പറയുന്ന അടിമത്വത്തിൻ്റെ ആത്മാവല്ല, നമുക്ക് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ പുത്രനാണെന്ന് ആരാ സാക്ഷി പറയേണ്ടത്? പാസ്റ്ററോ? സീനിയർ പാസ്റ്ററോ? തന്നെ പറയണം. ഞാൻ പറയണം. അല്ല, അവിടെ പറയുന്നുണ്ട്, ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയണം. നിങ്ങൾ പുത്രനാണെന്നുള്ള സാക്ഷി ഈ ലോകക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല. സ്നാനപ്പെട്ടതുകൊണ്ടൊന്നും പുത്രനാകത്തില്ല. ഇല്ല. സൺഡേ ചർച്ചയിൽ വന്ന പുത്രനാകത്തില്ല. ഇല്ല. പരിശുദ്ധാത്മാവ് എന്നെക്കുറിച്ച് സാക്ഷി പറയണം, ഇവൻ പുത്രനാകട്ടോ എന്നുള്ളത്. എപ്പോഴാണ് പരിശുദ്ധാത്മാവ് പുത്രനാണെന്ന് ഇവനെക്കുറിച്ച് സാക്ഷി പറയുന്നത്? നീ രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ നോക്കിയിട്ടാണോ? അല്ലെ നിൻ്റെ പ്രാർത്ഥന ശൈലി നോക്കിയിട്ടാണോ? അല്ല, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു ഗ്രേസ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോഴാണ്. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ അവിടെ ഡൗട്ടില്ല. അവിടെ പരിശുദ്ധാത്മാവിൽ നീ നടത്തുക എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? വാക്കിംഗ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? മാസത്തിൽ 3 ദിവസമാണോ? അല്ല, പിന്നെ പരിശുദ്ധാത്മാവിനെ നമ്മളെ 24/7 എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഫുൾ ടൈം എന്താണ്? വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് വെൻ യു സേ ദാറ്റ് യു ആർ വാക്കിംഗ് ഇൻ സ്പിരിറ്റ്? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വാക്കിംഗ് ഇൻ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? പരിശുദ്ധാത്മാവിന്റെ കൂടെ നമ്മുടെ മൈൻഡ് നമ്മോട് സംസാരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവോട് ഇടപെടണം. ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് പ്രാക്ടിക്കൽ ലിവിങ് ആണ് വേണ്ടിയത്. തീർച്ചയായിട്ടും. എന്താണ് ഹൗ ക്യാൻ ഐ വാക്ക് ഇൻ സ്പിരിറ്റ്? നമ്മൾ ഡെയിലി റൂട്ടീൻ എന്ന് പറഞ്ഞേ, രാവിലെ എഴുന്നേറ്റു, പ്രാർത്ഥിക്കുന്നു, വചനം വായിക്കുന്നു, പിന്നെ നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കുന്നു, ജോലി ചെയ്യുന്നു, പിന്നെ സ്വാതന്ത്ര്യത്തൊക്കെ പോകുന്നു, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നു, കിടക്കുന്നു, ഉറങ്ങാൻ സമയമുണ്ടോ ഇല്ലെങ്കിൽ ഡെയിലി റൂട്ടീൻ ഓരോരുത്തരുടെ ഓരോ. ഇതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ വാക്ക് എവിടെ ഉള്ളത് നിങ്ങൾക്ക്? ആദ്യം വചനം വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമുക്കൊരു ഇന്നർ മൈൻഡിൽ ഒരു കംഫർട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ അസ്വസ്ഥതയുണ്ടാകും. ചിലപ്പോൾ ദൈവശബ്ദം നമ്മൾ കേൾക്കും. ഇന്നത്തെ ജീവിതത്തിന് വേണ്ടിയുള്ള നമ്മുടെ ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ ദൈവസന്നിധി വെക്കുകയല്ലേ രാവിലെ. പരിശുദ്ധാത്മാവ് ഒരു ഗൈഡൻസ് ഫീൽ ചെയ്യും. നമ്മൾ രാവിലെ 5 മണിക്ക് പ്രാർത്ഥിച്ചിട്ട് ഗൈഡൻസ്. തീർച്ചയായിട്ടും. അല്ല, വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രമല്ലല്ലോ, നമ്മൾ ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 5:30 തൊട്ട് 6:30 വരെ 5:30 തൊട്ട് 6:30 വരെ 8 മണിക്കത്തെ തുണി എഴുതിയിടണമെന്നുള്ള ഗൈഡൻസ് വല്ലതും കിട്ടിയോ?
ഈ അത് പ്രാർത്ഥിക്കുന്ന കിട്ടിയില്ല. സമയത്ത് അതെനിക്കറിയാമല്ലോ, എൻ്റെ ബുദ്ധിയിൽ എനിക്കറിയാമല്ലോ. ചെയ്യണം എന്നുള്ള കാര്യം അതെനിക്കറിയാമല്ലോ. ഉം. അത് ലെഡ് ബൈ അത് പിന്നെ പരിശുദ്ധാത്മാവ് അതിന് രാവിലെ നീ തുണി കഴുകണം, അല്ലെ കാറ് കഴുകണം, ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. തന്നാൽ എന്നാ കുഴപ്പം? അല്ല, ഒരു കുഴപ്പമില്ല, അത് എനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമല്ലേ. അപ്പം ആർ യു സ്പിരിറ്റ് വാക്കിംഗ് ഇൻ യുവർ അറിവ്? നിങ്ങളുടെ അറിവിലാണോ നടക്കുന്നത്? സാറേ, അത് വ്യത്യസ്തമല്ലേ എന്ത് പറയുന്നത്? അത് നമ്മൾ ഡെയിലി റൊട്ടീനിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം പരിശുദ്ധാത്മാവ് നിന്നുകൊണ്ട് നീ അത് ചെയ്യുക, നീ ഇത് ചെയ്യുക, നീ തുണി കഴുകുക, നീ കാർ ഓടിക്കുക എന്ന് പറയുന്ന കാര്യമുണ്ടോ? ആയിക്കോട്ടെ, എപ്പോഴായിരിക്കും നിങ്ങളിനി പരിശുദ്ധാത്മാവിനെ നയിക്കാൻ ചോദിക്കുക? ആത്മാവിൽ നയിക്കുന്നവൻ പുത്രനാണല്ലോ. അതെ. ഇനി എപ്പോഴായിരിക്കും നിങ്ങൾ എൻ്റെ മോൻ നോഹ ഇപ്പം വീഡിയോ എടുക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ മോൻ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ അവനോട് ഓരോ ദിവസം രാവിലെ ഇന്നത് ചെയ്യുന്നു പറയേണ്ട കാര്യമുണ്ടോ? അവനറിയാമല്ലോ, അവന് പ്രാപ്തിയില്ലേ. സ്കൂളിൽ പോകുമ്പോൾ പറയാറില്ല, അപ്പാ ഞാൻ സ്കൂളിൽ പോകട്ടോ, പറയേണ്ടതുണ്ടോ? പറയണം. എന്തിന്? അവൻ സ്കൂളിൽ പോകാൻ നിങ്ങൾക്ക് അറിയത്തില്ലേ? അത് അവൻ്റെ ആ പ്രായത്തിൻ്റെ ഇത് കൊണ്ടല്ലേ. അല്ലാത്തപ്പം അവൻ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിലും അവൻ രാവിലെ ജോലി, അപ്പോൾ ഞാൻ ജോലിക്ക് പോകട്ടോ പറയും. പ്രായം കൂടിക്കഴിഞ്ഞാൽ പറയേണ്ടെന്നുണ്ടോ? അല്ല, പറയേണ്ടെന്നില്ല സാറേ. ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മോനെ അത് ചെയ്യുക, ഇത് ചെയ്യുക എന്ന് പറയേണ്ട കാര്യം ഉണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ജെനുവിൻ ചോദ്യമല്ലേ? നിങ്ങൾക്ക് ഈ നിങ്ങളുടെ മോൻ ബസ് സ്റ്റാൻഡിൽ ഒന്ന് മിസ്സായി, ഒരു ക്രൗഡാ, അതിൻ്റെ അകത്ത് ഇടയ്ക്ക് വെച്ച അപ്പാന്ന് വിളിച്ചാൽ ഞാൻ വിളി കേൾക്കും. നിങ്ങളുടെ മോൻ്റെ ശബ്ദമാണെന്ന് കറക്റ്റായിട്ട് പിടികിട്ടു? തിരിച്ചറിയാം. അല്ലേ? പിന്നെ 100%. എങ്ങനെയായി പിടികിട്ടിയത്? അതെനിക്കറിയാമല്ലോ, അവൻ്റെ ശബ്ദം ഞാൻ എല്ലാ ദിവസവും കേട്ടോണ്ടിരിക്കല്ലോ. അതാണ് എല്ലാ ദിവസവും കേട്ടോണ്ടിരിക്കാതിരുന്നാലുള്ള കുഴപ്പം എന്തായിരിക്കും? അത് മറന്നു പോകും, അല്ലെങ്കിൽ പുള്ളി പറഞ്ഞാൽ പിടികിട്ടത്തില്ല. പുള്ളി പറഞ്ഞാൽ പിടികിട്ടുകയില്ല. പലർക്കുള്ള കുഴപ്പമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം എങ്ങനെ തിരിച്ചറിയാം? ഇത് മാസാവസാനം പോയിരിക്കുന്നുണ്ട്. അവരുടെ വിചാരം ബാക്കിയൊന്നും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടല്ല. മാസാവസാനത്തെ 3 ദിവസത്തെ മാസയോഗം മാത്രമേ ഉള്ളൂ, അവിടെ മാത്രമേ പുള്ളി സംസാരിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ 24 hours 7 ഡേ ടു ഡേ പുള്ളിക്ക് അഭിപ്രായമുണ്ട്. കാരണം ഹീ ഈസ് വിത്ത് യു ആസ് എ ഗൈഡ്. നിങ്ങളുടെ ഉള്ളിൽ അവൻ ഗൈഡായിട്ടാണ് വന്നിരിക്കുന്നത്. മാസത്തിലൊരിക്കൽ സംസാരിക്കുന്ന. അപ്പോൾ സാർ പറയുന്നത് ഈ രാവിലെ നമ്മളുടെ ഡെയിലി റൊട്ടീൻ കാര്യങ്ങളിൽ പോലും അവിടെയാണ് പരിശുദ്ധാത്മാവിന് വേണ്ടിയെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. രാവിലെ 5 മണിക്കൊന്നും ഇരുന്നിട്ടൊന്നും പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് എന്നാ വേണം? നിങ്ങൾക്ക് ഗൈഡ് ആകേണ്ടത് വെൻ യു സ്റ്റാർട്ട് ലിവിങ്, ജീവിക്കുമ്പോഴാണ് ഗൈഡ് വേണ്ടിയത്. രാവിലെ ആക്ഷൻ തുടങ്ങുമ്പോഴാണ് ഗൈഡ് വേണ്ടിയത്. രാവിലെ 5 മണി തൊട്ട് 10 മണി വരെ കുത്തി ബൈബിൾ വായിക്കുമ്പോൾ ഗൈഡ് എന്തിനാണ് വേണ്ടിയത്? എനിക്ക് ആ വചനം മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണ്ടേ? അതുപോലെ അന്നത്തെ ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥിക്കേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് വേണം. ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ എനിക്ക് എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. എല്ലാത്തിനും വേണമല്ലോ. അപ്പം ബട്ട് റിയലായിട്ട് പരിശുദ്ധാത്മാവിന് എപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടിയത്. കാരണം നിങ്ങളുടെ നാളെ എന്ന് പറയുന്നത് ഇന്നെടുക്കുന്ന തീരുമാനത്തിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ ഉറങ്ങുമ്പോഴോ സാറേ? ഉറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഗൈഡൻസ് ഉണ്ടാകത്തില്ലേ? അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി വർക്ക് സ്വപ്നങ്ങളിലും എന്നോട് പല കാര്യങ്ങളിലും ഈ ഉറങ്ങുന്ന സമയത്ത് പരിശുദ്ധാത്മ സംസാരിക്കും. സ്വപ്നങ്ങളിലും ദർശനങ്ങളിലും ഈവൻ ദൂതന്മാരെ ഇത് കൂടെ സംസാരിക്കും. ഉറക്കത്തിലും സംസാരിക്കും. പുള്ളി സംസാരിക്കത്തില്ലെന്നില്ല. ഞാൻ പറയുന്നത് നമ്മുടെ അല്ലാതെ സംസാരിക്കാമെങ്കിൽ പിന്നെ എന്തിനാ അന്നേരം ഉറക്കത്തിൽ സംസാരിക്കുന്നില്ല? അല്ലാത്തപ്പോൾ നീ കേൾക്കാത്തതുകൊണ്ട് ചില കാര്യങ്ങളല്ല. ഇപ്പം നാളെ രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പം നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങി. ഇപ്പോൾ ഈ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിയതിന് ശേഷം ദൈവത്തിൻ്റെ ആത്മാ ചില സമയത്ത് നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ നമുക്ക് ആ സമയത്ത് എഴുതി വെക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ രാവിലെ മറന്നു പോകും. അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത് എൻ്റെ മൊബൈൽ അടുത്തുണ്ടെങ്കിൽ ഉടൻ തന്നെ റെക്കോർഡ് ചെയ്യും, വോയിസ് റെക്കോർഡ് ചെയ്യും. എന്നോട് ദൈവത്തിൻ്റെ ആത്മാ ഇങ്ങനെ ഇടപെട്ടു, എന്നിട്ട് അവിടെ ഇട്ടു. എന്നിട്ട് രാവിലെ ഞാനത് പെട്ടെന്ന് കേട്ടിട്ട് നമ്മുടെ മൈൻഡ് നോട്ട് ചെയ്ത് വെക്കും. നമ്മൾ ഒത്തിരി സംഭവിക്കും. ഞാൻ പറയുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിനെ രാവിലെ 5:30 തൊട്ട് 6:30 വരത്തെ മെഡിറ്റേഷനും അല്ല. ഞാൻ സാധാരണ നോർമലി നമ്മൾ ചെയ്യുന്നത്
രാവിലെ 5:30 തൊട്ടുള്ള 6:30 വരെയുള്ള ബൈബിൾ വായനയും മെഡിറ്റേഷനും രാത്രി വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ ശരിക്കും ഓർക്കുന്നത് പോലും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് വേൾഡിൽ നമ്മളെ കയറി നമ്മളുടെ പിന്നെ ഡിസിഷൻസ് നമ്മൾ മേക്ക് ചെയ്യുന്നത് മൊത്തം നമ്മളുടെ മനസ്സിനനുസരിച്ച് നമ്മളുടെ മൈൻഡിനനുസരിച്ച് ബുദ്ധിയിലാണ് ഡിസിഷൻസ് ചെയ്യുന്നത്. നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഇന്നത്തെ ഡിസിഷൻസിൻ്റെ റിസൾട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? നാളെ നിങ്ങൾക്ക് നന്നാക്കണോ, ഇന്ന് യു ഹാവ് ടു ടേക്ക് ഗുഡ് ഡിസിഷൻസ്. ഈ ഡിസിഷൻസ് എടുക്കുന്നതിലാണ് എനിക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടിയത്. നമ്മൾ രാവിലെ 8 മണിക്ക് എഴുന്നേറ്റ് ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പല 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 ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. 100 ഡിസിഷൻസ് പല ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. മനസ്സിൻ്റെ അകത്ത് വരുന്നു, ഓ വേണ്ട, അത് വേണ്ട, ചെയ്യണം, ഇത് വേണ്ട, അത് വേണ്ട, ഇത് ഇങ്ങനെ പല 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 അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് 90% ഫിയറിൽ നിന്നാണ് എടുക്കുന്നത്. ഭയത്തിൽ നിന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മൾ അറിയുന്നില്ലെന്നുള്ളൂ. നമ്മുടെ മൈൻഡിനൊരു ഓട്ടോ മോഡ് എന്നൊരു സംഭവമുണ്ട്. ഓട്ടോ പൈലറ്റ് എന്ന് നമ്മൾ എന്നറിയോ, ചെയ്തു പോയ കാര്യത്തിന് പിന്നെ നമ്മൾ അനുവാദം ചോദിക്കത്തില്ല. അതിനറിയാം, നമുക്ക് പാറ്റേൺ ഉണ്ട്, ഓരോ പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് നമ്മളോട് അനുവാദം ചോദിക്കത്തില്ല, തന്നെ ഡിസിഷൻ എടുത്തങ്ങ് പോവാം. ഞാൻ പറയുക, നെക്സ്റ്റ് ഇപ്പം കഴിഞ്ഞു പോയ ഒരു 10 വർഷം, ഓക്കെ, കഴിഞ്ഞു പോയ ഒരു 10 വർഷം ഞാൻ ദൈവം തമ്പുരാനെ വാപ്പസ് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പോവാം. 10 വർഷം ഞാൻ തിരിച്ചു തരാൻ പോവാം. കഴിഞ്ഞ 10 വർഷത്തിൽ ചെയ്ത പലതും കർത്താവേ ഞാൻ ചെയ്യത്തില്ല എന്നുള്ള ഡിസിഷൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലേ. അത് എവിടെ നിന്ന് വന്ന തീരുമാനം? അത് എങ്ങനെ എടുത്ത തീരുമാനമാണ്? നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ, നിങ്ങൾ പോലും അറിയാതെ ഓട്ടോ പൈലറ്റ് മോഡിൽ എടുത്തു പോയ തീരുമാനങ്ങളാണ്. പരിശുദ്ധാത്മാവിൽ നിന്ന് എടുത്ത തീരുമാനമല്ല. കാരണം നമ്മൾ പരിശുദ്ധാത്മാവിനെ രാവിലെ 5:30 കണ്ടുമുട്ടിയിടങ്ങി പോന്നിരിക്കുമല്ലേ. നമ്മുടെ ഡിസിഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ക്രിസ്ത്യൻ ലൈഫിൽ. വചനം പറയുന്നത് നിങ്ങൾ കാലങ്ങളെയും സമയത്തെക്കുറിച്ചും നിങ്ങൾ തിരിച്ചറിയുന്നില്ലല്ലോ. ഈ സീസൺ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്ത് കൊണ്ടുവന്ന മാസമായി, മാസത്തെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിവസമായി, ദിവസത്തെ ഡിവൈഡ് ചെയ്തുകൊണ്ട് മണിക്കൂറായി, മണിക്കൂറിനെ കൊണ്ടുവന്ന സെക്കൻഡായി, മിനിറ്റായി, അതിനെ സെക്കൻഡായി. ഓക്കെ, ഈ സെക്കൻഡിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ട് ഈ കാലത്തിൽ കിട്ടേണ്ടതാണ്. തീർച്ചയായിട്ടും ഈ സെക്കൻഡിൽ ഞാൻ മിസ്സായാൽ എൻ്റെ എന്താ പോകുന്നത്? ഭാവിയാണ് നഷ്ടപ്പെടുന്നത്, കാലമാണ്. ഈ സെക്കൻഡിൽ ഞാൻ എടുത്ത തീരുമാനം ഭയത്തിൽ നിന്ന് എടുത്താൽ, എൻ്റെ സ്വന്തം ബുദ്ധിയിൽ നിന്ന് എടുത്താൽ എൻ്റെ കാലം നഷ്ടപ്പെട്ടു പോകും, തിരിച്ചു കിട്ടത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പുത്രത്വത്തിൻ്റെയാണ്. പുത്രത്വം എന്ന് പറയുന്നത് നിങ്ങൾ പുത്രനായതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ കിട്ടി? എന്താ ബെനിഫിറ്റ് കിട്ടിയത്? സകല അവകാശങ്ങളുടെ നേരവകാശിയായി മാറി. അല്ലെ, പിതാവിൻ്റെ സകലത്തിൻ്റെയും അവകാശിയായി മാറി. അപ്പം നിങ്ങൾ കഴിക്കുന്നത് ഏതിൽ നിന്നായിരിക്കണം? പിതാവിൻ്റെ അവകാശത്തിൽ നിന്ന് അല്ലേ? അതെ. നിങ്ങളുടെ ഭക്ഷണവും നിങ്ങളുടെ പാനീയവും നിങ്ങളുടെ എല്ലാം പിതാവിൻ്റെ അവകാശത്തിൽ നിന്നായിരിക്കണം നിങ്ങൾ കഴിക്കേണ്ടത്. അവിടെ യാചിച്ചാണോ കഴിക്കുന്നത്? ഒരിക്കലുമല്ല, അതെൻ്റെ അവകാശമാണ്. അധികാരത്തിലാണ് എടുത്ത് കഴിക്കുന്നത്. തീർച്ചയായിട്ടും അല്ലേ? അത് പുത്രനിലേക്ക് വരുമ്പോഴേ വരത്തുള്ളൂ. എനിക്ക് ഒരു സൺഷിപ്പ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ് വരുമ്പോൾ മാത്രമേ ആ ഒരു യാചന എന്ന് പറഞ്ഞാൽ മാറിയിട്ട് എൻ്റെ അവകാശമാണിത്, മൈ പോർഷനായത്. അതുകൊണ്ട് ദാവീദിനെക്കുറിച്ചുള്ള സ്നേഹം അതായിരുന്നു അവൻ ദൈവത്തിനുണ്ടായിരുന്നത്. അവൻ ശിഷ്യന്മാർ പറഞ്ഞ് അവൻ ആലയത്തിൻ്റെ അകത്ത് കയറിയിട്ട് തിന്നില്ലേ, എന്നിട്ട് അവനെ ഒന്നും പറഞ്ഞില്ലല്ലോ. കാഴ്ചയപ്പം തിന്നിട്ട് അവനോടൊന്നും പറഞ്ഞില്ലല്ലോ. അവൻ്റെ പുത്രത്വത്തിൻ്റെ അവകാശത്തിലാണ് അത് ചെയ്തത്. വെളിപ്പാടാണ് അവനുണ്ടായിരുന്നത്. അപ്പം ആ സൺഷിപ്പിൻ്റെ വെളിപ്പാടിനെയാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. അതാണ്
റോമാലേഖനം 8-ാം അധ്യായം 29 പറയുന്നത് അവൻ ഒന്ന് വായിച്ച് 29 വായിച്ച്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആയി ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ. ദൈവത്തിന്റെ ഉദ്ദേശം എന്താ? അവന്റെ സ്വരൂപത്തോട് അവന്റെ പുത്രന് ആദ്യജാതനാകേണ്ടത്. സഹോദരന്മാരിൽ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. അപ്പം ദൈവത്തിന്റെ ഉദ്ദേശം എന്താ? നമ്മളും യേശുവിനെ പോലെ യേശുവിനെ ഞങ്ങൾ ആരായി മാറി? സഹോദരന്മാരായി മാറി. ആക്കി തീർക്കുന്നതാണ് ഉദ്ദേശം. ഗുഡ് ബിലീവർ ആക്കി മാറ്റുന്നതല്ല. അല്ല, ഗുഡ് ബിലീവർ എന്നുള്ളൊരു പരിപാടി ഇല്ല ഇവിടെ. നമ്മൾ ഭക്തന്മാരല്ല. ഭക്തന്മാരായി കഴിഞ്ഞാൽ ജാതിയായി മാറി. മനസ്സിലായി? നിങ്ങൾ പുത്രനായി കഴിയുമ്പോഴത്തേന് രാജ്യമായി മാറി, രാജാവിൻ്റെ മകനാണ്. ഇവിടെ നിങ്ങൾ ഭക്തന്മാരാണോ പുത്രന്മാരാണോ എന്നുള്ളതാണ്. ഭക്തന്മാരെന്ന് പറയുന്നത് അതാണ് യേശു പറഞ്ഞത്. ഞാൻ നിങ്ങളെ സർവൻറ്റിനെ പോലെയല്ല കണ്ടത്, ഞാൻ നിങ്ങളുടെ ദാസന്മാരെ പോലെയല്ല കണ്ടത്, നല്ല ഫ്രണ്ട്സിനെ പോലെയാണ് കണ്ടത്. യേശു ജീവിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത്, ഐ ഹാവ് സീൻ യു ആസ് മൈ ഫ്രണ്ട്സ്. ദാസന്മാർക്ക് ആരെങ്കിലും മരിക്കുമോ? ആരും ജീവൻ കൊടുക്കത്തില്ല. യു ആർ മൈ ഫ്രണ്ട്സ്. പുത്രന്മാരാണ് ഞങ്ങളുടെ ഏറ്റവും സഹോദരന്മാരാണ്, ഞാൻ സ്നേഹിതന്മാരാണ്. എന്നിട്ട് ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്, പരിശുദ്ധമാകുന്നവരും പരിശുദ്ധം ആക്കുന്നവനും ഒറ്റ പിതാവ്. അത് വായിക്കാമോ? ഹെബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരിക്കുന്നവൻ ക്രിസ്തു, പെടുന്നവർ ഞങ്ങൾ. നമുക്കും ക്രിസ്തുവിനും എത്ര പിതാവാ? ഒറ്റ പിതാവ്, ഒരു പിതാവ് ഉള്ളതുകൊണ്ട് അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. യേശു എന്തായിരിക്കും വിളിക്കുന്നത്? സഹോദരാന്നാ വിളിക്കുന്നത്, അനിയാന്നാ വിളിക്കുന്നത്. അനിയ അങ്ങനെ വിളിക്കണം. അങ്ങനെ പുള്ളി നിങ്ങൾ വിളിക്കുന്നത്, അങ്ങനെ വിളിക്കുന്നതിൽ പുള്ളിക്ക് ലജ്ജയില്ലെന്നാ പറഞ്ഞ അതിൻ്റെ അകത്ത്. അതെ, സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്നും ഞാൻ അവനെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഞാനെപ്പോഴും ചർച്ച ചോദിക്കാറ്, നീയും യേശുവും കൂടെ നിന്ന ഒറ്റ അപ്പനാണോ ജനിച്ചതെന്ന് പറയൂ? സ്വരൂപത്തോട് അനുരൂപരാക്കുക എന്ന് അതൊക്കെ വിട്, സ്വഭാവം കൊണ്ടാണെങ്കിലും പറയൂ. എൻ്റെ ഉദ്ദേശം നല്ല ഭക്തനാകുക എന്നുള്ളതല്ല. എൻ്റെ ഉദ്ദേശം യേശുവിനെ പോലെ ആകുക എന്നുള്ളതാണ്. കാരണം ദൈവത്തിൻ്റെ പുത്രൻ എങ്ങനെ ഉണ്ടാകണം എന്നുള്ളത് യേശു കാണിച്ചത്, മകൻ എങ്ങനെ ഉണ്ടാകണമെന്നുള്ളത്. അവനൊരിക്കലും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ തരത്തിലെന്ന് പറഞ്ഞിട്ടില്ല. അവരെല്ലാം എപ്പോഴും അവന് സന്തോഷവും സമാധാനവും. എത്ര പേര് അവന് കൂടുതൽ ടെൻഷൻ കൊടുക്കാറുണ്ടെങ്കിലും അവൻ ടെൻഷൻ എടുക്കാൻ പോയിട്ടില്ല. യേശു ഇതൊക്കെ കണ്ടിട്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളിനി എന്ന് പഠിക്കും? അല്ലേ അല്പവിശ്വാസികളെ, നിങ്ങളിനി എന്ന് പഠിക്കും? അവർക്ക് പോലും പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവരെല്ലാം ഈ പറഞ്ഞ സെറ്റപ്പിലാണ് വന്നു കയറിയത്. ഒരു ദൈവമില്ലെങ്കിൽ അവർക്കും ഇന്നെന്നെ കിട്ടുമെന്നുള്ള ഇതിലാണ് അവർ വന്ന് കയറുന്നത്. അതുകൊണ്ട് അവർക്ക് എക്സ്പ്ലെയിൻ ഈ പറഞ്ഞ ഒരു കോൺസെപ്റ്റിനെ അതിൻ്റെ അകത്ത് കയറാൻ ആർക്കും പറ്റിയില്ല, അനേകർക്ക് പറ്റിയില്ല അതിൻ്റെ അകത്ത്. ഈ പുത്രത്വം എന്ന്, കാരണം അവർക്ക് ഈ പുത്രത്വത്തെക്കുറിച്ച് ഒരു കോൺസെപ്റ്റേ ഇല്ലല്ലോ. അവർക്ക് ദൈവമാണുള്ളത്. ദൈവത്തെ പഴയ നിയമത്തിൻ്റെ സൈന്യങ്ങളുടെ യഹോവ, തീ കത്തിക്കുന്ന അഗ്നിയുള്ള ഒരു ദൈവത്തെയാണ് അവർ ആരാധിച്ചിരുന്നത്. അപ്പോൾ പുത്രത്വം എന്ന് പറയുന്നത് ആ ദൈവത്തിനൊരു പുത്രനുണ്ടാകുമോ? അതാണ് ഈ യഹൂദന്മാർക്ക് വന്ന ഏറ്റവും വലിയ പ്രശ്നം. പിതാവ് എൻ്റെ പിതാവാണെന്ന് പറഞ്ഞാണ് അവനെ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള ഒറ്റ കാരണം. യഹൂദന്മാർ അവനെ കൊന്നതിന് ഒറ്റ കാരണം ഇവൻ ദൈവം എൻ്റെ പിതാവെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പം കല്ലെടുത്തത്. ഇന്നും നമുക്കതാ കല്ലെടുക്കുന്നത്. അപ്പോഴേ പറയും, നീ എടാ ദൈവത്തിൻ്റെ മകനാണ് നീ എങ്കിൽ ഹൗ യു ഷുഡ് ബി, ഹൗ യു ഷുഡ് ബിഹേവ്, ഹൗ യു ഷുഡ് തിങ്ക്. അപ്പം
ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് പുത്രൻ എല്ലാ ആസ്തിക്കും ഉടയവനാണെങ്കിലും അവൻ വളരാത്തടത്തോളം കാലം അടിമയ്ക്ക് തുല്യൻ. അതെ, ദാസന് തുല്യൻ. മലയാളം എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഗലാത്യൻസ് 4:2. അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അപ്പോൾ യേശുവിനെ വിശ്വസിച്ചിട്ട് നീ ദൈവരാജ്യത്തിൽ വന്നു എങ്കിലും നീ ദാസന് തുല്യമാ. അതാണ് ഈ പറഞ്ഞു വന്നത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന ബഹുഭൂരിപക്ഷം ഈ ദാസന്റെ ലെവലിൽ നിൽക്കുക. അങ്ങനെ നിർത്തുന്നതാണ് നമ്മളെപ്പോലത്തെ പാസ്റ്റർമാർക്ക് ബെനിഫിറ്റ്. അവൻ പുത്രനാന്ന് പറയരുത്, അവകാശിയാണ്. പിന്നെ നമ്മുടെ പാസ്റ്റേഴ്സിൻ്റെ പ്രസംഗത്തിൻ്റെ ശൈലി നോക്കിക്കോ, ഏത് പ്രസംഗം എടുത്തോ അവരെല്ലാം പറയുന്നത് ഞാൻ നിന്നെ സഹായിക്കാം, തകർന്നു പോകണ്ട, നിരാശപ്പെടേണ്ട. ഒരു കൗൺസിലിംഗ് റൂമാണ്, ഒരു മെഡിറ്റേറ്റീവ് എന്താ പറയുക, സൈക്യാട്രിക് കൗൺസിലിംഗ് റൂമാണ് ഫുള്ള്. എടാ, യു ആർ ബോൺ ആസ് എ കിങ് സൺ. ഒരു രാജ്യത്തിൻ്റെ രാജാവിൻ്റെ മകന് എപ്പോഴെങ്കിലും ആവശ്യമെന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. കാരണം അവൻ്റെ അപ്പൻ രാജാവാണെന്ന് അറിയാവുന്നതുകൊണ്ട്. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ കയറുമ്പോഴത്തേക്കിനാണ്, ആ ഒരു മൈൻഡ് സെറ്റ് ജീവിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനാണ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം അതാത് സമയത്തും തക്ക സമയത്തും ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നു. അപ്പം നമ്മുടെ മൈൻഡിൽ എപ്പോഴും നമുക്ക് ആദാമിന് ഫസ്റ്റ് ഉണ്ടായ ദൈവത്തോട് പറയാൻ അവൻ വീണ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എന്തോ പറഞ്ഞേ, ഞാൻ നഗ്നനെന്ന്. എന്നാൽ എൻ്റെ കയ്യിൽ ഇല്ല, ഞാൻ ഭയപ്പെട്ടിരിക്കുക. നഗ്നനെന്നും പറഞ്ഞ് അവന് ഭയപ്പെട്ടിരിക്കുകയാണെന്നും പറഞ്ഞു അല്ലേ? അതെ. ദൈവം എന്തോ പറഞ്ഞു അവനോട്? ആരാ നിന്നോട് അങ്ങനെ പറഞ്ഞു അല്ലേ? നിന്നോട് ഇതാരാ പറഞ്ഞു തന്നത്? അതെ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൽ പ്രിൻ്റടിക്കാത്ത അച്ചടിയിലില്ലാത്ത ഭാഷയാണ് നീ സംസാരിച്ചു പറയുന്നത്, ഭയത്തിൻ്റെ ഭാഷ. ഈ രാജ്യത്തിൽ ഞാൻ അച്ചടിച്ചിട്ടില്ല ആ ശബ്ദങ്ങൾ, ആ വൊക്കാബുലറി ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് എനിക്ക് നഷ്ടമായിപ്പോയി. ഇല്ല, ഞാൻ ഭയപ്പെട്ടിരിക്കുന്നു, എന്ന് കിട്ടും, തരാമോ, ഇതൊന്നും എൻ്റെ അച്ചടി ഭാഷയിൽ ഇല്ലാത്ത സാധനങ്ങളാണ്. നീ എവിടുന്ന് പഠിച്ചു? ആരോട് ആര് പറഞ്ഞു? അതൊരു ഭയങ്കര ഹിസ്റ്ററിയാണ്. പാസ്റ്റർ നേരത്തെ പറഞ്ഞ രാജ്യത്വവും ഇത് ദുരാത്മസേനകളും എന്നൊക്കെ പറഞ്ഞില്ലേ, അവരുടെ ബിസ്ക്കറ്റാ ഭയം. അതിട്ടാണ് അവരെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്വത്തിൻ്റെയും ദുരാത്മസേനകളുടെയും സ്വർഗത്തിലെ സ്വർലോക മണ്ഡലത്തിലെ യുവമാരുടെ ബിസ്ക്കറ്റാണ് നാളെക്കുറിച്ചുള്ള ഭയം, ആകുലത, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ളൊരു ഭയം, ബിസിനസ്സിനെ കുറിച്ചുള്ളൊരു ഭയം. അയ്യോ, നീ ഇപ്പോൾ പിതാവ് എല്ലാം അറിയാം, എന്നാലും കുറച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞ ഭയം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടെന്നാണോ പാസ്റ്റർ പറഞ്ഞു വരുന്നത്? അതാണ് പുത്രൻ്റെ പ്രാർത്ഥന എന്താണെന്നുള്ളതാണ്. പുത്രൻ എങ്ങനെ പ്രാർത്ഥിക്കണം, പുത്രൻ്റെ പ്രാർത്ഥന എന്താണ്? അപ്പോൾ പ്രാർത്ഥന വേണം, പുത്രൻ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് വിഷയം. അതാണ് വിഷയം. പ്രാർത്ഥിക്കാൻ ഇപ്പോൾ എഫെസ്യർ 6-ാം അധ്യായത്തിൽ ആയുധങ്ങളിൽ ഒന്നാ പ്രാർത്ഥന പറഞ്ഞിരിക്കുന്നത്. അവസാനത്തെ ആയുധം ഒന്നാണ്. കർത്താവ് തന്നെ പറഞ്ഞില്ലേ, പഠിപ്പിച്ചില്ലേ, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചില്ലേ? ഫസ്റ്റ് അത് ആ വണ്ണം പ്രാർത്ഥിച്ചിട്ട് തൃപ്തി വരാൻ പറ്റുമോ? പറ്റുമെങ്കിൽ നല്ല ബെസ്റ്റ് പ്രാർത്ഥന. എന്താ പ്രാർത്ഥിച്ചത്? അതിനകത്ത് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. ബാക്കിയുള്ള മഹത്വവും പിതാവിന്റെ സ്തോത്രവും ഒക്കെ പറഞ്ഞിട്ടുള്ളൂ. ഒരെണ്ണേ ഉള്ളൂ നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒറ്റ കാര്യം, അന്നുള്ള ആഹാരം. അത് മതിയെങ്കിൽ അത് മതി നമുക്ക് ശരിക്കും.
ബെസ്റ്റ് പ്രേയറാണ്. അതിൻ്റെ ബാക്കിയുള്ളത് സ്തോത്രം പറയുന്നതും രാജ്യന്മാരുടെ ഇതൊക്കെ സ്തോത്രം പറയുന്ന കാര്യമാണ്. നിങ്ങളുടെ ആവശ്യത്തിന് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. എന്തുവാ? അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണം. അതിന് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, പ്രാർത്ഥനയിൽ ജാഗരിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക. എന്തുമാത്രം വാക്യങ്ങൾ വേദപുസ്തകത്തിൽ കിടക്കുന്നു, അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. പുതിയ നിയമത്തിൽ കിടക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തില് ആയുധമായിട്ടാണ് നമ്മുടെ പ്രാർത്ഥന തന്നിട്ടുള്ളത്. നമുക്ക് പ്രെയർ ഒരു ആയുധമാണ്. അപ്പം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അതിൻ്റെ പറഞ്ഞിരിക്കുന്നത്? പ്രാർത്ഥനയിൽ പോരാടണം, അല്ല. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, അല്ല. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിക്കും. അതിനകത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത് വിത്തൗട്ട് സീസിങ്, പ്രേ വിത്തൗട്ട് സീസിങ്. എഫേഷ്യൻസ് 6. പിന്നെ അതുപോലെ മധ്യസ്ഥ പ്രാർത്ഥന, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നത് 6-ന്റെ ഒരു 13 തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും, കുറച്ചുകൂടെ പോട്ടെ, 14-15 സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലം എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും അപ്പം ഈ പ്രാർത്ഥന ആത്മാവിൽ പ്രാർത്ഥിച്ചു, അതിനായി ജാഗരിച്ചു. ഈ പ്രാർത്ഥന എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണത്? ഏതു നേരത്തും, വിത്തൗട്ട് സീസിങ്, ഇടവിടാതെ. അല്ലേ? നിങ്ങൾ രാവിലെ പ്രാർത്ഥിച്ചായിരുന്നോ? പ്രാർത്ഥിച്ചു. എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു? 1 മണിക്കൂർ എടുത്തില്ല. ഓക്കെ. ആ പ്രാർത്ഥന, നിങ്ങൾ രാവിലെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഇടവിടാതെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? അത് സാറേ, അത് നമ്മളിപ്പോൾ ഒരിടത്ത് ഇരുന്നുകൊണ്ടല്ലെങ്കിലും നമ്മൾ വാഹനം ഓടിക്കുമ്പോഴൊക്കെ അല്ല, നമ്മളൊരു പ്രാർത്ഥന മനസ്സോടെ ജീവിക്കുക എന്നുള്ളത് ഒരു വേറൊരു കാര്യമാണ്. അതേസമയം നമ്മൾ ഇരുന്നുകൊണ്ടിട്ടുള്ള പ്രാർത്ഥന. വരാം. നിങ്ങൾ രാവിലെ പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചല്ലോ, എല്ലാവരും കേൾക്കുന്നവർ പ്രാർത്ഥിക്കുന്നുള്ളതാണ്. 1/2 മണിക്കൂറിൽ 3/4 മണിക്കൂർ ദൈവം പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഇടപെടാതെ പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നാണ് ഒരു ചോദ്യം. ആ പ്രാർത്ഥന പറ്റത്തില്ല, അത് വലിയൊരു ലോങ് പ്രാർത്ഥനയായിരിക്കുമല്ലോ. പക്ഷെ ദൈവമായിട്ടുള്ള കണക്ഷൻ അതാണ് ഞാൻ ചോദിച്ചു വരുന്നത്. എൻ്റെ ശബ്ദം കേൾക്കണം. ഇടപെടാതെ എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റോപ്പായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റത്തില്ല. അപ്പം നിങ്ങൾ ഈ പറയുന്ന പ്രാർത്ഥന അല്ല ഈ പറഞ്ഞ പ്രാർത്ഥന. അല്ല, ആയുധം ആയിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞ പ്രാർത്ഥന നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥനയല്ല. നമ്മൾ ദാനിയേൽ പ്രാർത്ഥിച്ച പോലെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എന്നുള്ളതിന് പകരം ഉച്ചക്കത്തെ കാര്യം നടത്തണമെന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചു വരുന്ന പ്രാർത്ഥനയാണ്. അതാണ് നമ്മൾ നടത്തുന്നത്. അത് ഒരു മണിക്കൂർ കൂടുതൽ കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റേഷൻ ആയിരിക്കും വരുന്നത്. അല്ല, 1 മണിക്കൂർ തന്നെ പലപ്പോഴും റിപ്പീറ്റ് ചെയ്താ പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ബോറടിക്കും. പിന്നെ പുള്ളിക്ക് അതിനേക്കാട്ടിലും ബോറടിക്കും. പോട്ടെ, അത് വേണ്ട. അതല്ല. അപ്പം പിന്നെ ഈ ഇടപെടാതെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രാർത്ഥന എന്താണ്? അത് ആയുധത്തിൽ ഒന്നായിട്ടാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലെ ഫൈറ്റ് ചെയ്യാനുള്ള വെപ്പൺസിൽ ഒന്നായിട്ടാണ് തന്നിരിക്കുന്നത് പ്രെയർ. ഇറ്റ്സ് നോട്ട് എന്താ പറയുന്നത്, ഒരു യാചിക്കുന്ന ഒരു തലത്തിലല്ല തന്നിരിക്കുന്നത്, ആയുധത്തിൻ്റെ ഒന്നായിട്ടാണ് തന്നിരിക്കുന്നത്. ആ പ്രാർത്ഥന എന്താണ്? ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അതിൻ്റെ അകത്തെ വാളാണ്, വാളായിട്ടുള്ള വചനം. നമുക്ക് ദൈവം ഓൾറെഡി നമ്മുടെ ദൈവം നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ തന്നെ നിങ്ങളുടെ സംഭവം ദൈവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തന്നെ സ്നേഹിക്കുന്നവർക്കായിട്ട് ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. ദൈവം ഓൾറെഡി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൻ്റെ വിശ്വാസികൾക്ക് പുത്രന്മാരാകുമ്പോഴത്തേക്കിന് ഓൾറെഡി ഉള്ളതിൽ നിന്നാണ് നമ്മൾ തിന്നുന്നത്. നമ്മൾ നമ്മൾ അവകാശികളായിരുന്നത് നമുക്ക് ഓൾറെഡി ഉണ്ടാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ വെച്ചിട്ടുള്ളത് ദൈവത്തിൻ്റെ മനസ്സിൽ എഴുതപ്പെട്ടിരിക്കുന്ന ശബ്ദമായിട്ടാണ് കിടക്കുന്നതേ ഉള്ളൂ. നമുക്ക് വെച്ചിട്ടുള്ളതല്ല, ഈ ശബ്ദമായിട്ടാണ് കിടക്കുന്നത്. അപ്പം നമ്മളുടെ ഈ തലത്തിൽ ജീവിച്ച ദേവദാസ് പഴയ നിയമത്തിലുണ്ട് ഈ ഒരു ലെവലിൽ ജീവിച്ചവർ. ഇപ്പം ദാവീദിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞത്, എൻ്റെ മനമേ നീ യഹോവയെ കൊണ്ടാണ്, എൻ്റെ മനമേ നീ ദൈവത്തെ സ്തുതിക്കുക, എൻ്റെ മനമേ അവൻ ചെയ്ത ഉപകാരങ്ങൾ ഓർക്ക്, എൻ്റെ മനമേ അവൻ ഇസ്രായേലിന് മാർഗവും മോശയ്ക്ക് വഴിയും കാണിച്ചു കൊടുത്ത, അവൻ കഴുകന് യൗവനത്തെ കൊണ്ടുവന്ന്. ഇതൊക്കെ അവൻ ആരോടാ സംസാരിക്കുന്നത്? മനസ്സിനോട്. നിങ്ങളെപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ?
ഇടയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഇപ്പോൾ ഈ ഇടയ്ക്കത്തെ കാര്യമില്ല ഈ പറയുന്നത്. പുള്ളി എപ്പോഴും പറയണം, എൻ്റെ മനമേ നീ എന്തിനാ വിഷാദിച്ചിരിക്കുന്നത്, എൻ്റെ മനമേ നീ സ്തുതിക്ക്, എൻ്റെ മനമേ. അവൻ ആ ലെവലിലാണ് ജീവിച്ചത്. കാരണം നമ്മുടെ ഉത്തരം നമുക്ക് പുതിയ നിയമത്തിലെങ്കിൽ ആത്മമണ്ഡലത്തിൽ ദാനിയേൽ ഉപവസിച്ചു. എത്ര ദിവസം ഉപവസിച്ചു മാസ്റ്ററെ? 21. എന്നായിരുന്നു ദാനിയേലിന്റെ ഉപവാസത്തിന് ഉത്തരം കിട്ടിയത്? അല്ലല്ല, തുടങ്ങിയപ്പോഴേ അവിടുന്ന് ഉത്തരം പോകുന്നു. പക്ഷെ ഇനി കിട്ടിയത് ഞാൻ ചോദിച്ചത് സ്വർഗ ഉത്തരം കൊടുത്തത് എപ്പോഴാ? ബിഗിനിങ്ങിലെ കിട്ടി. ബിഗിനിങ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് തുടങ്ങുന്ന മുമ്പേ കിട്ടി. അതിനു മുമ്പേ അവൻ മനസ്സിൽ ചിന്തിച്ചപ്പോഴേ കിട്ടി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു. അല്ല, ഇത് നേരത്തെ പുത്രനായപ്പോ തന്നെ. അല്ല, ദൂതൻ പറയുന്നത് എന്നാണെന്നറിയോ? വന്നിട്ട് നീ ഉപവസിക്കണമെന്ന് ചിന്തിച്ചപ്പം തന്നെ നിനക്ക് സ്വർഗത്തിന്റെ ഉത്തരം പോന്നു. അപ്പം അതൊരു ലോയാ, സ്പിരിച്വൽ ലോയാ, സ്പിരിറ്റ് ലെവലിൽ ലോയാണ്. അവൻ വാതുറന്ന് പ്രാർത്ഥിച്ചപ്പോഴാണോ മനസ്സിൽ ചിന്തിച്ചപ്പോഴാണോ സ്വർഗത്തിന്റെ ആൻസർ കിട്ടിയത്? എന്താ പറയാ? ചിന്തിച്ചപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞ. അപ്പം നമുക്ക് നമ്മുടെ ആ ലെവലിൽ, ഇന്ന് സ്പിരിറ്റ് ലെവലിലാണ് നമ്മൾ ജീവിക്കുന്നവർ. നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പ്രേയർ എന്ന് പറയുന്നത് നമ്മൾ വാഗൊണ്ട് പ്രവർത്തിക്കുന്നതല്ല. നമുക്ക് ആ മണ്ഡലം ഇല്ല നമുക്ക്. നമ്മളുടെ പ്രേയർ എന്ന് പറയുന്നത് ആയുധമാണ്. ചിന്തയിൽ നമുക്കത് വിശ്വസിക്കാൻ വിടാതെ നമ്മളെ തർക്കിച്ച് നമ്മളെ തോൽപ്പിക്കുന്ന മണ്ഡലമുണ്ട്. നമ്മളെ തർക്കിച്ച് തോൽപ്പിക്കുന്ന മണ്ഡലമുണ്ട്. പ്രേയർ എന്ന് പറയുന്നത് എന്താ പറയുന്നത്? നമ്മുടെ ചിന്തയിൽ നമുക്ക് വിരോധമായി പോരാടുന്ന ഒരു വിതർക്കങ്ങൾ. നമ്മളുടെ ശത്രു എന്ന് പറയുന്നത് പിശാചല്ല. പിശാചിൻ്റെ തലയെ തകർത്തു, ഇനി അവൻ്റെ പരിപാടിയൊന്നും നമ്മുടെ ഇല്ല, നമ്മളുമായിട്ടില്ല. നമുക്ക് പാപത്തിൻ്റെ മൂന്ന് ഫേസാണ് സിന്നിനുള്ളത്. സിന്നിൻ്റെ ഒന്ന് പണിഷ്മെൻ്റ് ഉണ്ട്, സിന്നിൻ്റെ ഒരു പവറുണ്ട്, സിന്നിൻ്റെ പ്രസൻസ് ഉണ്ട്. സിന്നിൻ്റെ പണിഷ്മെൻറ്റിനെ ദൈവം ക്രൂശിൻ്റെ മേലെ എടുത്തു കളഞ്ഞു. പണിഷ്മെൻ്റ് അവനെ ഇല്ല, പവർ അവനെ നിരായുധനാക്കി മാറ്റിയെന്ന് പറയുന്നത് ക്രൂശിൻ്റെ മേലെ. പ്രസൻസ് ഇപ്പോഴും ഉണ്ട്, സിന്നിൻ്റെ പ്രസൻസ് ഇപ്പോഴും ഉണ്ട്. സിന്നിൻ്റെ ഡ്യൂട്ടി അറിയാൻ മേലാതെ വരുമ്പോഴാണ് നമ്മളെല്ലാം കുഴയുന്നത്. ഈ പുത്രൻ തോറ്റുപോകുന്നത് അവിടെയാണ്. പുത്രൻ്റെ പരീക്ഷണം യേശുവിനും ഉണ്ടായിരുന്നു. ഇവൻ പുത്രനാണോ അല്ലയോ എന്നുള്ള അവിടെ പരീക്ഷിച്ചത്. നീ പുത്രനാണെങ്കിൽ എന്നാ അവിടെ പരീക്ഷിച്ചത് മൊത്തം. ഇന്നും നമ്മുടെ ഉള്ളിൽ പരീക്ഷണം അതാ. നീ പുത്രനാണെങ്കിൽ ചെയ്യടാ, പുത്രനാണെങ്കിൽ ഇങ്ങനെ ജീവിക്കടാ, പുത്രനാണെങ്കിൽ പൈസ ഇല്ലാണ്ട് ജീവിക്കടാ, പുത്രനാണെങ്കിൽ വിശ്വസിക്കടാ എന്ന് പറയാൻ നമുക്കുള്ള പോരാട്ടം മൊത്തം നമ്മുടെ ചെയ്യുന്നത് പുത്രത്വമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് പോരാട്ടമുള്ളതാണ്. നമ്മളെ തോപ്പിക്കുന്നത് അവിടെയാ. നമ്മൾ വിശ്വാസിയായി തന്നെ മരിക്കും, പുത്രത്വത്തിന്റെ ലെവലിലേക്ക് കയറത്തില്ല. എല്ലാവർക്കും ഒറ്റ പരീക്ഷണമുള്ളത് പുത്രനാണെങ്കിൽ. അപ്പം എനിക്ക് യുദ്ധമുള്ളത് എൻ്റെ മനസ്സിനോടാണ്, മനസ്സിൻ്റെ അകത്താണ്. ഇപ്പം നാളെ ഇന്നിപ്പം പാസ്റ്ററിൻ്റെ ജീവിതത്തിൽ ഒരു വിഷയം പരീക്ഷണം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ only one thing what is being tested is, are you son or not? നാളെ രാവിലെ എഴുന്നേറ്റു ഇവിടെ ഇത് കണ്ടു, ക്യാൻസറിൻ്റെ മുഴ കണ്ടു. ഇറ്റ് ഈസ് ടു ടെസ്റ്റ് യു വെദർ യു ആർ ദ സൺ ഓർ നോട്ട്. നാളെ ഒരു 10 ലക്ഷം രൂപ വേണം, കയ്യിലില്ല, പരീക്ഷണമാണ്. God wants to know whether you are a son or not. അപ്പം സണ്ണല്ലാത്തവൻ ബുദ്ധിയിൽ ആശ്രയിക്കും, സണ്ണാകുന്നവൻ ശബ്ദത്തിൽ ആശ്രയിക്കും. യേശു ശബ്ദത്തിൽ ആശ്രയിച്ചു, വചനത്തിൽ ആശ്രയിച്ചു, എഴുതപ്പെട്ട വചനത്തിൽ ആശ്രയിച്ചു, ഓർപ്പിച്ച വചനത്തിൽ ആശ്രയിച്ചു. 1 വട്ടം ട്രൈ ചെയ്തു, 2 വട്ടം ട്രൈ ചെയ്തു, 3 വട്ടം ട്രൈ ചെയ്തിട്ട് പിശാച് എന്നാ പറഞ്ഞെന്നറിയാവോ? ഇനി അവന് അവസരം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു, അവൻ മാറിപ്പോയെന്ന് പറഞ്ഞത്. അപ്പം നമ്മുടെ ഫൈറ്റ് ഉള്ളത് നീ പുത്രനാണോ എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ പുത്രത്വത്തിൻ്റെ ഒരു വളർച്ചയുടെ ഇതെന്നാന്ന് പറഞ്ഞാൽ ഹി അണ്ടർസ്റ്റാൻഡ്സ്. അവന് ശബ്ദത്തെ കേട്ടാൽ തിരിച്ചറിയും, വചനത്തെ മനസ്സിലാവും. അപ്പം ദൈവം പറഞ്ഞ് എന്തെങ്കിലും ശബ്ദമുണ്ട് ടക്ക് എന്നും പറഞ്ഞാൽ അതിൻ്റെ മേൽ ഗ്യാരണ്ടി ഉറച്ചു നിൽക്കും. അതിനെ
മാറ്റാനാണ്, അതിൽ നിന്ന് മാറാനാണ് നമ്മുടെ ഉള്ളിൽ പോരാടുന്ന രണ്ട് വലിയ വിഷയങ്ങളാണ് വിതർക്കം എന്ന് പറയുന്നത്, ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റീസണിങ് പവർ. ഈ രണ്ടിനെയാണ് നമുക്ക് തോൽപ്പിക്കേണ്ടത്. പുത്രനെ തോൽപ്പിക്കേണ്ട ഈ രണ്ട് മണ്ഡലമാണ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റീസണിങ്. ഈ രണ്ടെണ്ണത്തെയാണ് നമ്മൾ തോറ്റുപോകുന്നത്. നമ്മളുടെ ബുദ്ധിയാണ് ഈ റീസൺ പറയുന്നത്. നാളെ 5 ലക്ഷം രൂപ വേണം, പരിശുദ്ധാത്മ പറയാം ഞാൻ അത്ഭുതം ചെയ്യും, ഞാൻ ചെയ്തു, ഞാൻ തന്നിരിക്കും. ഇപ്പോൾ ഞാൻ മിനിയാന്നൊരു മീറ്റിംഗ് നടന്നു ഞങ്ങളുടെ. അപ്പോൾ 400 പാസ്റ്റർമാരുടെ ഫുഡും കാര്യങ്ങളും എല്ലാം കൂടെ. തലേ ദിവസം വരെ എന്നോട് ചോദിച്ചു, എൻ്റെ കൂടെ നടക്കുന്ന സുനിൽ പാസ്റ്റർ ചോദിച്ചു, പാസ്റ്ററെ എങ്ങനെയാ? ഞാൻ പറഞ്ഞു ഇനി ഒരു ദിവസം കൂടെ ഉണ്ടല്ലോ, ഇനി ഒരു ദിവസം കൂടെ ഉണ്ടല്ലോ. ലാസ്റ്റ് പോക്കറ്റിലെ പൈസ തീർന്നപ്പോൾ എല്ലാം കറക്റ്റായിട്ട് തീർന്നു. ലക്ഷ്യങ്ങൾ വേണ്ടി വന്നു. അതിനെക്കുറിച്ച് വറി പോലും ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ച് ദൈവമേ പൈസ വേണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. കാരണം യു ആർ ടേക്കിംഗ് ഫ്രം, നീ നിൻ്റെ ഏതിൽ നിന്ന്, അവകാശത്തിൽ നിന്ന് എടുക്കുന്നത്. കർത്താവ് പറഞ്ഞിട്ടില്ലേ സാറേ, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് അറിയിക്കണം. കർത്താവ് എവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് പറയാമോ? കർത്താവ് പറഞ്ഞിരിക്കണം. കർത്താവ് പറഞ്ഞത് പ്രാർത്ഥിക്കാൻ പറയുന്നു. അല്ല, നിങ്ങളീ പറഞ്ഞത് ഇപ്പം പറഞ്ഞത് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. കർത്താവ് പറഞ്ഞത് നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ തന്നെ പിതാവിനറിയാം. ചോദിക്കുന്നതിന് മുമ്പ് സ്തോത്രം ലഭിച്ചു എന്ന് സ്തോത്രം ചെയ്യും. അതൊക്കെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നതാണ്. അപ്പം ഇത് പ്രാർത്ഥനയെക്കുറിച്ച് 3 പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. 1 യാചന, 2 മധ്യസ്ഥ പ്രാർത്ഥന, 3 പോരാടി പ്രാർത്ഥിക്കണം. അപ്പൊ ഈ മധ്യസ്ഥ പ്രാർത്ഥന എവിടെ യേശു പറഞ്ഞിട്ടുണ്ടോ? യേശു ഈ ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം പറഞ്ഞു. അപ്പൊ യേശു കർത്താവ് ഈ സ്വർഗസ്വനായ പിതാവ് എന്നുള്ള കാര്യം എടുത്തതിന് ശേഷം തൊട്ട് താഴെ പറയുന്നുണ്ടല്ലോ, ഈ രാത്രിയിൽ അപ്പം വന്ന് ചോദിച്ച ഒരാളെ കഥ. അപ്പം വന്ന് ചോദിക്കുന്നു, അവൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വേറെ അതൊരു മധ്യസ്ഥതയല്ല, അതൊരു എന്താ പറയുക, ഒരു ഇൻറ്റൻസീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയറിലാണ്. മറ്റുള്ളവരുടെ വിഷയമൊന്നുമല്ല, പ്രയർ ഏതെങ്കിലും ഒരു പ്രയറിലാണെങ്കിലും ഇൻറ്റൻസീവായിട്ട് നിൽക്കുക. ചിലപ്പം ആദ്യത്തെ യാമത്തിൽ കിട്ടത്തില്ലെന്ന് വരും, 2ാമത്തെ യാമത്തിലായിരിക്കും അത് കിട്ടാൻ ദൈവം വെച്ചിരിക്കുന്നത്. സോ ഡോണ്ട് ഗെറ്റ് ടയേർഡ്, നിരാശപ്പെട്ടു പോകണ്ട. ഇൻറ്റൻസീവായിട്ട് പിടിച്ചു നിന്ന് പ്രാർത്ഥിക്കുക. ആദ്യത്തെ സീസണിൽ കിട്ടിയില്ല എങ്കിൽ നിരാശപ്പെടണ്ട. 2ാമത്തെ യാമത്തിലാണെങ്കിലും ഒന്ന് എഴുന്നേറ്റ് വന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. ആദ്യത്തെ യാമത്തിൽ ചിലപ്പോൾ ചെയ്തു ഇല്ലാതിരിക്കും, നടക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കാം. പക്ഷേ 2ാമതൊരു യാമമുണ്ട്, സെക്കൻഡ്സ് ഇതുണ്ട്. ആ സെക്കൻഡിൻ്റെ അകത്ത് ദൈവം അത്ഭുതം ചെയ്യും. അവന് വേണ്ടിയല്ല അവൻ പ്രാർത്ഥിച്ചു, വേണ്ട, അവന് വേണ്ടിയിട്ട് ചെയ്യുന്നതും പ്രാർത്ഥന എന്ന് പറഞ്ഞത് നമുക്കോ ആർക്കോ എല്ലാവർക്കും വേണ്ടിയാകാം. ആർക്ക് വേണ്ടി ചെയ്താലും ഒരു സെക്കൻഡ് സീസൺ കിടപ്പുണ്ട്, സെക്കൻഡ് ഹവറുണ്ട്. ആ ഹവറിലായിരിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞൊരു ഇൻറ്റൻസീവ്നെസ്സിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. ബി ഹാങ് ഓൺ, കാത്തിരിക്കുക, നിരാശപ്പെടാതെ, പെട്ടുപോകാതെ. അവൻ ഉറക്കമാണ്. അവിടെ ഈ പുത്രത്വം എഫക്റ്റീവ് ആകത്തില്ലേ? ഏതാ അവിടെ അങ്ങനെ ഇൻറ്റൻസീവായിട്ട് നമ്മൾ പുത്രത്വത്തിനകത്തും എന്താ പറയുന്നത്, എല്ലാം ഈസി എന്ന് പറയത്തില്ല. പുത്രത്വത്തിനകത്തും ഇൻറ്റൻസീവ്നെസ് സംഭവമുണ്ട് പുത്രത്തിൻ്റെ അകത്ത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ അവകാശത്തിൻ്റെ അടുത്ത് കഴിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഈസി പ്രോസസ്സ്, എളുപ്പമുള്ളൊരു പ്രോസസ്സൊന്നുമല്ല. പക്ഷേ നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ ഒരു കംപ്ലീറ്റ്നെസ്സിലാണ് ആ ഒരു എന്താ പറയുന്നത് അതിനെ ഈസാക്കി മാറ്റുന്നത്. നമുക്ക് വിഷമില്ലാണ്ട് നമുക്ക് എപ്പോഴാണ് ബുദ്ധിമുട്ടെന്ന് തോന്നുന്നത്, കാര്യം നടക്കാതെ വരുമ്പോൾ നിരാശ വന്നാലേ ബുദ്ധിമുട്ടാവുള്ളൂ. കാര്യം നടക്കാതെ വന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാകണമെന്നില്ല, എൻ്റെ ഉള്ളിൽ നിരാശ വരുമ്പോഴാണ് അത് ബുദ്ധിമുട്ടാകും. കാര്യം നടക്കാത്തത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ നമുക്ക് പക്ഷെ ആ സമയത്ത് നിരാശ വന്നു കയറിക്കഴിഞ്ഞാൽ അത് ദുഃഖമായി മാറും, അവിടെ ദുഃഖമായി മാറും. പക്ഷെ നിനക്ക് നിരാശ വരുന്നില്ല, അവിടെ ഒരിക്കലും നമ്മുടെ മനസ്സ് ഒരിക്കലും ചഞ്ചലപ്പെടുന്നില്ല, ടെൻഷൻ എടുക്കുന്നില്ല, കാര്യം നടക്കുന്നില്ല. ഓക്കെ, ഡോണ്ട് വറി അന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ ആ പ്രശ്നമില്ല. അതെ, അവിടെ നമുക്ക് നിരാശയോ ഇല്ലായ്മയോ ഒന്നും വരുന്നില്ല. അവിടെ തോറ്റുപോയെന്നോ കിട്ടിയില്ലെന്നോ ഇതൊന്നും വരുന്നില്ല. നമുക്ക് കിട്ടും. സെക്കൻഡ് സീസൺ ഉണ്ട്, നമുക്ക് തീർച്ചയായിട്ടും ദൈവം തരും എന്ന് പറയുന്ന ഇത്. ഈ പ്രയർ എന്ന് പറയുന്നത് യേശു, ഇതൊക്കെ പറയുമ്പോഴും ഞങ്ങളുടെ ചർച്ചിൽ എൻ്റെ ഭാര്യയിൽ ഇതൊക്കെ ഞങ്ങൾ ഫൈറ്റില്ല. അതായത് ഞാൻ ചർച്ചിൽ ചിലപ്പോൾ പ്രസംഗിച്ച് ചർച്ചിലെ പ്രാർത്ഥിക്കത്തില്ല.
അപ്പോൾ ഞങ്ങൾ പറഞ്ഞു യേശു പ്രാർത്ഥിച്ചില്ല, രാത്രിയെല്ലാം പ്രാർത്ഥിച്ചില്ല. ഞാൻ പറഞ്ഞു യേശു എന്തോ രാത്രിയെല്ലാം പോയി കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് നമ്മൾ ഒരു കുറിയുടെ കണ്ണു കൊടുക്കണേ കർത്താവ് ഒരു കാലെടുത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദൈവം പറയാം ഇറങ്ങിപ്പോടാം വീട്ടിൽ പോടാ. ആക്ച്വലി പ്രയർ എന്ന് പറയുന്നത് സ്പിരിച്വൽ റിലേഷൻഷിപ്പ്, റിലേഷൻഷിപ്പ് അല്ല, വൺനെസ്സാണ്. അതായത് പ്രയർ എന്ന് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു ഒരിക്കൽ പബ്ലിക് പ്രയർ ചെയ്യുന്നുണ്ട്. ലാസറസിനെ എഴുന്നേൽപ്പിക്കുമ്പോൾ പബ്ലിക്കായിട്ട് പറയുന്ന ഒരു കാര്യം എന്താ പ്രാർത്ഥന ഓർക്കുന്നുണ്ട്? അല്ലല്ല, അത് 17-ാം അധ്യായത്തിൽ ഈ ലാസറസിനെ എഴുന്നേൽപ്പിക്കുന്നതിന് മുൻപേ അവനൊരു കാര്യം പറയുന്നുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അവൻ പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ പിതാവ് കേൾക്കുമെന്ന് എനിക്ക് അറിയാം. ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ പിതാവ് കേൾക്കുമെന്ന് എനിക്കറിയാം. അപ്പം പ്രാർത്ഥന എന്താണ്? നീ പ്രാർത്ഥിച്ചാൽ നിന്റെ അപ്പം കേൾക്കുമെന്നുള്ള അറിവാണ്. ആ അറിവാണ് പ്രയർ എന്നാണ് സാധനം. നിന്റെ അപ്പം അപ്പം അങ്ങനെ ഒരു അറിവുണ്ടെങ്കിൽ പിന്നെ താന്ന് പറയത്തില്ല, ലാസറസ് എഴുന്നേറ്റ് പാടാന്നേ പറയത്തുള്ളൂ. റിലേഷൻഷിപ്പാ. അപ്പം നമ്മളെ കർത്താവ് വിളിച്ചതും കർത്താവിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ഒരു ആഗ്രഹവും യേശുവിന് അനേക അനുജന്മാരും അനുജത്തിമാരും ഉണ്ടാകണമെന്നുള്ളതാണ്. ഞാനെപ്പോഴും എൻ്റെ സഭയിൽ പറയാറുണ്ട്, എന്നെയും യേശുവിനെ പിടിച്ച് നിർത്തി നോക്കിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരപ്പനുണ്ടായ മക്കളാണ് തോന്നുന്നത് പോലെ എൻ്റെ വളർച്ച വലുതാകണം. അത് വേറെ ഒന്നിലുമല്ല, എൻ്റെ ചിന്തയിലും എൻ്റെ നടപ്പിലും എൻ്റെ സ്വഭാവത്തിലും ഞാൻ എൻ്റെ ആവശ്യങ്ങളുടെ മേൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നതിലും ഒക്കെ യേശു പ്രതികരിച്ചതുപോലെയും നടക്കാൻ തുടങ്ങുമ്പോഴാണ് ഓക്കെ യേശുവിനും ഇവനും ഒരേ അപ്പനാകട്ടോ അന്ന് ജനം പരിശുദ്ധാത്മാവും കൂടെ സാക്ഷി പറയണം. പരിശുദ്ധാത്മാവ് എപ്പോഴാണ് നമ്മളെക്കുറിച്ച് സാക്ഷി പറയുന്നത്? അവനെ അനുസരിച്ച് നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും, എടാ ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. അതുകൊണ്ടാണ് 8-ാം അധ്യായം 14 പറയുന്നത്, പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നവർ ദൈവത്തിൻ്റെ പുത്രന്മാർ. മാസാവസാനത്തെ 3 ദിവസവും രാവിലെ 5 മണിക്കും വൈകിട്ട് 10 മണിക്കും നടത്താൻ നോക്കണ്ട. അവിടെ നിങ്ങളെല്ലാം റെസ്റ്റായിട്ടിരിക്കുന്ന സമയമാണ്. പരിശുദ്ധാത്മാവ് നിന്നെ നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നീ വീട്ടിൽ നിന്ന് ഇറങ്ങി 8 മണിക്ക് ഇറങ്ങിയിട്ട് രാത്രി 10 മണിക്ക് കയറി വരുന്നവരെയാണ് പരിശുദ്ധാത്മാവിന് നിങ്ങളെ നടത്താൻ ഒരു സമയം. അല്ലാണ്ട് രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴും രാവിലെ 5 മണിക്ക് ധ്യാനിക്കുമ്പോഴും പരിശുദ്ധാത്മാവിനെ നടത്തേണ്ട വലിയ ഇതില്ല. ഈ സമയത്താണ് നമ്മളെ നടത്താൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിത ഓരോ ദിവസത്തെ ഓരോ നിമിഷത്തിലും ബെസ്റ്റായിട്ട് നടത്താൻ പരിശുദ്ധാത്മാവിന് കിട്ടുന്ന അവകാശമാണ്. ആ സമയത്തെല്ലാം ബുദ്ധിയിൽ പ്രവർത്തിച്ചിട്ട് അവസാനം 3 ദിവസം കൊണ്ടുപോയിട്ട് മൊത്തം ജീവിതം കുളവാക്കിയിട്ട് നിലവിളിക്കാനും കരയാനായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത് പോകരുത്. മറ്റേത് ചെയ്യാത്തവൻ ഈ 3 ദിവസമെങ്കിലും ഇരിക്കട്ടെ സാറേ. ഓക്കെ, ഇരുന്ന് പ്രാർത്ഥിക്കട്ടെ, അതുകൂടെ ഇല്ലാണ്ടാക്കണ്ട. എന്തായാലും ഒരു കാര്യം, 8 മണി തൊട്ട് 10 മണി വരെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക, അഭിപ്രായങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക. പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. കാരണം നിങ്ങളുടെ മകൻ്റെ ശബ്ദം കേട്ടത് അവൻ എപ്പോഴും കേൾക്കുന്നതുകൊണ്ടായിരുന്നു. അപ്പം എപ്പോഴും കേൾക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിന് വലിയ കാര്യം പരിശുദ്ധാത്മാവ് പറയുമ്പം അതിനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം ഡൗട്ടില്ല, സങ്കടമില്ല, വറിയില്ല, അത് ആറാംശം ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമായി തുടങ്ങും. അങ്ങനെ ഒരു ജീവിതം തുടങ്ങുമ്പോഴാണ് പുത്രത്വത്തിൻ്റെ സ്വാതന്ത്ര്യം. ഇവൻ എൻ്റെ പുത്രൻ അന്ന് പരിശുദ്ധാത്മാവ് സാക്ഷി പറയാൻ തുടങ്ങും. ഇവൻ എൻ്റെ പുത്രനാന്നുള്ളത്. അതിന് മൾട്ടി മെഗാ ചർച്ചൊന്നോ 5000 പേരൊന്നോ ഇന്ന് രാവിലെ എഴുന്നേറ്റ് 10 ലക്ഷം പേരോടൊന്നും ഇതൊന്നുമില്ല. യേശു ആകെ 3 വർഷം സംസാരിച്ചത് 12 പേരോടാണ്. ഈ 12 പേരില്ലാതിരുന്നപ്പോഴാണ് സ്വർഗം പറഞ്ഞത് അവൻ ഇവൻ പുത്രനാണെന്ന് പറഞ്ഞത്, സാക്ഷി പറഞ്ഞത്. സോ പുത്രത്വം എന്ന് പറയുന്നത് ഒരു സീക്രട്ട് ലിവിങ്, ദൈവത്തോടു കൂടെ വണ്ണസ്സിൽ ജീവിക്കുന്ന ഒരു സംഭവം. പിന്നെ യോഹന്നാന്റെ സുവിശേഷം പറയുന്നത്, ഞാനും നീയും ഒന്നായതുപോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന് ദൈവത്തിൻ്റെ ഉദ്ദേശം. ആ വണ്ണസ് എന്ന് പറയുന്നത് ഒബീഡിയൻസ്, കംപ്ലീറ്റ് ഒബീഡിയൻസ്. ദൈവത്തിൻ്റെ പുത്രനായ യേശു എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ ഇവരും ദൈവത്തിൽ പുത്രന്മാരായിരിക്കട്ടെ. അതായിരുന്നു ദൈവത്തിൻ്റെ പ്രാർത്ഥനയും ഉദ്ദേശം. അപ്പം നമ്മുടെ എവറി സെക്കൻഡ് ഹോളി സ്പിരിറ്റ് ഈസ് ട്രൈയിങ് ടു മേക്ക് യു ടെസ്റ്റിഫൈ യു ദാറ്റ് യു ആർ എ സൺ ഓഫ് ഗാഡ്.
അത് അവനനുസരിച്ച് നടക്കുമ്പോൾ ചിലപ്പം പൊട്ടത്തരങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അന്ന് ജനത്തിന് തോന്നും. പക്ഷേ നമ്മുടെ വിശ്വാസ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം പൊട്ടത്തരമാണെന്നൊക്കെ തോന്നും ജനത്തിന്, കൂടെ ഉള്ളവർക്ക്. ബട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ടാണോ ചെയ്യുന്നത്, 100% ധൈര്യമായിട്ട് ചെയ്യുക. അതൊരിക്കലും ഫ്ലോപ്പാകുകയോ നാണക്കെടുത്തുകയും ചെയ്യത്തില്ല. അതിനൊരു വലിയ അനുഗ്രഹം ദൈവം വെച്ചിട്ടുണ്ട്. പാസ്റ്റർ വിനോദ് ചാക്കോയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവരാജ്യ പ്രഭാഷണങ്ങളിൽ അല്ലെങ്കിൽ ചർച്ചകളിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് പുത്രത്വത്തെക്കുറിച്ചാണ്. അതിൽ പല കാര്യങ്ങൾ പറഞ്ഞു വന്നു, പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു. അടിസ്ഥാനപരമായി അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ ചെവികൾ തുറന്നിരിക്കുക, ഒരു കൃത്യമായ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ വരേണ്ടിയിരിക്കുന്നു. അവിടെയാണ് പുത്രത്വത്തിൻ്റെ ഒരു പൂർണ്ണത, അവകാശങ്ങൾ പൂർണ്ണമായി ആ അവകാശങ്ങൾ അനുഭവിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ, ആ ഒരു തലത്തിലേക്ക് ഉയരുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തീകരിക്കുന്നു. ഇവിടെ കൊണ്ട് ഇത് അവസാനിക്കുകയല്ല. വിനോദ് ചാക്കോയുമായിട്ടുള്ള സംഭാഷണങ്ങൾ തുടരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.